ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെബിൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗായ്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു ഡയലോഗാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു എയർ റൈഫിളുടെ വീഡിയോ ആണ്. പ്രസിഹോൾ എന്ന ബ്രാൻഡിൻ്റെ ഒരു എയർ റൈഫിൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ഞാൻ ഈ ഗണ്ണ് വാങ്ങിയിട്ട് ഏകദേശം 2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഗൈസ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസ് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞ് ലാഗ് അടിപ്പിക്കില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഗണ്ണിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇരിക്കണേ. അതായത് ഇതാണ് ഇതിന്റെ കവർ, പുറത്തുണ്ടാകുന്ന കവർ. ഇപ്പം മേടിച്ച് 2 മാസമായാലും ഗൈസ്, ഇതൊക്കെ പൂത്തുപോയി ഗൈസ്, ഇത് പൂത്തുപോയി. അപ്പോൾ ഈ സംഭവം മാത്രം ഇപ്പോൾ ഇതിലാണ് ഞാൻ ഗണ്ണ് എടുത്തു വെക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചുമ്മാ കാണിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗണ്ണ് വരുന്നത്, കണ്ടോ? അതാണ് നമ്മുടെ ഗണ്ണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ പെല്ലറ്റ്. ഇത് റൗണ്ട് ഹെഡ് പെല്ലറ്റ് എന്ന് അതിന് പറയാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്, പെല്ലറ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ പെല്ലറ്റ്. ഈ കാണുന്ന പെല്ലറ്റാണ് റൗണ്ട് ഹെഡ്. ഇത് നമുക്ക് ഗണ്ണിൻ്റെ ഒപ്പം ഒരു 50 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നതും. പിന്നെ ഈ ഗണ്ണ് ഈ പെല്ലറ്റ് പോയിന്റഡ് ആണ്, പോയിന്റഡ് പെല്ലറ്റ്. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഒരു 500 എണ്ണത്തിന് 440 രൂപയാണ് 500 എണ്ണത്തിന്. അത് ചില ഷോപ്പുകാർ ഫ്രീ ആയിട്ട് ഈ പെല്ലറ്റും ഒരു ബോക്സ് കൊടുക്കും. നമുക്കത് കിട്ടിയിട്ടില്ല, ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് പോയിന്റഡും പിന്നെ റൗണ്ട് ഹെഡും. പക്ഷെ നല്ല ആക്യുറസി ആയിട്ട് അടിക്കുന്ന റൗണ്ട് ഹെഡ് ആയിരിക്കും, കറക്റ്റ് ആക്യുറസി റൗണ്ട് ഹെഡ് ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ കാറ്റൊക്കെ കീറി മുറിച്ച് കുറച്ചുകൂടെ റേഞ്ച് കിട്ടുന്നത് ഷാർപ്പ് ഹെഡ് ആയിരിക്കും. അതായത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇതാണ് ഗൈസ് അതിന്റെ ബോക്സ്, ആ പെല്ലറ്റിന്റെ ബോക്സ് ഉണ്ടോ? അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞിട്ട് ഉണ്ടോ? ഇതാണ് സാധനം, പോയിന്റഡ് ആണ്. ഇതൊരു ബോക്സിൽ ഈ ഒരു ചെറിയ ബോക്സിൽ 500 എണ്ണം വരും. 440 രൂപയാണ് ഇതിന്. ഉണ്ട് 0.177 പെല്ലറ്റാണ്, ആണ് 500 എണ്ണം. പ്രസീപ്പൽ പെല്ലറ്റാണ്, പ്രസി ഹോളിന് തന്നെ പെല്ലറ്റാണ്. ഇതും പ്രസി ഹോളിന് ഇപ്പോൾ ഫ്രീ കിട്ടുന്ന പെല്ലറ്റില്ല, അതും പ്രസി ഹോൾ തന്നെയാണ്. അപ്പൊ ഗായ്സ്, ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. പുറത്ത് നമുക്ക് റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ട് ലൈറ്റിന്റെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നമുണ്ട്, മഴയൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ വെച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഗണ്ണിനെ കുറിച്ച് പറയാം. ഈ ഗണ്ണ് വരുന്നത് പ്രസിഹോൾ VX100 സ്മാർട്ടൻ മാർക്ക് 2 എന്നാണ് ഈ ഗണ്ണിന്റെ പേര്. പ്രസിഹോൾ കമ്പനി തന്നെ അത്യാവശ്യം റൈഫിളില് ബേസിക് മോഡലായിട്ട് വരുന്ന ഗണ്ണാണിത്. പിന്നെ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ ഒരു പിസ്റ്റൺ ഉണ്ട്. റൈഫിളില് ബേസിക് മോഡലാണിത്, ആദ്യത്തെ മോഡലാണ്. അപ്പൊ ഇത് അത്യാവശ്യം പവർഫുൾ ആണ്. സ്പ്രിംഗ് ടൈപ്പ് വരുന്ന എയർ ഗണ്ണാണ്, റൈഫിളാണ്. ഇതിന് മറ്റേ സിലിണ്ടർ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്, പക്ഷെ സ്പ്രിംഗ് ആണ്. ബേസ് മോഡൽ സ്പ്രിംഗ് ആണ് വരുന്നത്. പക്ഷെ എന്നാലും നല്ല പവറുള്ള സാധനമാണ്. പിന്നെ ഇതിന് മെറ്റീരിയൽ പറഞ്ഞാൽ ഫൈബറാണ് വരുന്നത്. സാധാരണ ഗണ്ണുകളിലൊക്കെ വുഡ് ആയിരിക്കും കാണാം, പക്ഷെ ഇത് ഫൈബറാണ് മെറ്റീരിയൽ. ഇവിടെ ഫുള്ള് മെറ്റൽ, അതിനറിയാം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ അഡ്ജസ്റ്റബിൾ ആണ് ഈ സൈറ്റ്. ഇത് എയിം ചെയ്യാൻ നോക്കുന്ന സാധനം അഡ്ജസ്റ്റബിൾ, നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോ അവര് സെറ്റ് ചെയ്തതാണ്, പക്ഷെ ഞാന് കൈ തട്ടി കഴിഞ്ഞിട്ട് മാറി ഇങ്ങനെ സ്വന്തം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്താണ്. പിന്നെ ഇതിന്റെ സേഫ്റ്റി എന്നോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ലോക്ക് കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ ട്രിഗർ വലിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റിലോട്ട് ഫ്രണ്ടോട്ട് ആക്കണം. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടോട്ട് ആക്കിയാൽ മാത്രമേ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സേഫ്റ്റി സംഭവത്തിൽ വരുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഫുള്ള് ബ്ലാക്ക് കളറാണ്, നല്ല ലുക്കാണ്. നമുക്കിപ്പോ ഇത് മേടിച്ചിട്ട് ഒരു ഷോയ്ക്കാണെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ അടിപൊളി ഫിലിമാണ്, അടിപൊളിയല്ലേ? അതാണ് ഞാൻ ഈ ഗണ്ണ് എടുക്കാൻ കാരണം തന്നെ. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു എയർ ഗണ്ണ് വേണം. ഞാൻ പണ്ട് ഒരു 2 വർഷം മുമ്പൊക്കെ ഒരു ടോയ് ഗണ്ണിന്റെ വീഡിയോ ഇട്ടുണ്ട്. അത് ആ ഗണ്ണ് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഗണ്ണിനോട് ഭയങ്കര ക്രേസാണ് കേസ്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഗണ്ണ് ഇതിന്റെ റേഞ്ച് വരുന്നത് 100 മീറ്റർ ഒക്കെയാണ് പറയുന്നത്. 60 മീറ്റർ ഒക്കെ ഒരു അത്യാവശ്യം അടിക്കുന്നു, കറക്റ്റ് അടിക്കുന്നു. ഞാൻ മാത്രം അങ്ങനെ നോക്കിയിട്ടില്ല മീറ്റർ വെച്ച്. എന്തായാലും 40 മീറ്റർ ഒക്കെ നല്ല പക്ക ആക്യുറസിയിൽ തന്നെ അടിക്കുന്നുണ്ടോ, അത് ഉറപ്പാണ്. അപ്പൊ ഗായ്സ്, ഈ ഗണ്ണിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഈ ഫയർ ചെയ്ത് കാണിക്കാം, പെല്ലറ്റ് ഇട്ട് അടിച്ച് കാണിക്കാം, എങ്ങനെ അടിക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ഇപ്പോൾ ഇവിടെ ഒരു കുപ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു
ഇവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാം. ഇത്ര ഒരു 25 മീറ്റർ ഉണ്ടാവും, 20 മീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയോ ദൂരമാണ് ഗൈസ്. തരാം. ഇതായിരിക്കുന്നു ഒരു കുപ്പി. 7-Upന്റെ ഒരു കുപ്പിയെ വെച്ചിരിക്കുന്നു. വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിരിക്കുക. എന്നിട്ടാണ് നമ്മൾ അടിക്കാൻ പോകണം. അപ്പോൾ ഇത്രയും ദൂരമുണ്ടേ. അപ്പോൾ ഗായ്സ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതായിരിക്കുന്നുണ്ടോ, അവിടെ ഇതായിരിക്കുന്നു, അതാണ് കുപ്പി. അപ്പോൾ ആ കുപ്പിക്കേട്ടാണ് നമ്മൾ അടിക്കാൻ പോണേ. അപ്പോൾ ഗായ്സ് നമ്മൾ ഗണ്ണ് ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, ഇവിടെ തൊടയിൽ ഇങ്ങനെ വെക്കുക, ഒരു തട്ട് കൊടുക്കുക, ഇതാക്കുക. അതിനുശേഷം നമ്മുടെ പെല്ലറ്റ് ഇതിലേക്ക് ഇടുക. നല്ല പ്രസ് ചെയ്ത് വെക്കണം പെല്ലറ്റ് ഇടുമ്പോൾ. അത് ജസ്റ്റ് മാറ്റുക. നമുക്ക് ഫയർ ചെയ്യാം. കൊണ്ടില്ല ഐസ്. നമുക്ക് ഒരു ട്രയലൂടെ നോക്കാം, ഒരു ട്രയലൂടെ. അപ്പോൾ ഗൈസ് ഞാൻ അത്രയ്ക്ക് പ്രാക്ടീസ് ആയിട്ടുള്ള അതുകൊണ്ടാണ് നമുക്ക് ഒരു ട്രയലും കൂടെ അടിച്ചു നോക്കാം. പല്ലൊക്കെ ഇടുക. ഇത് ഉറപ്പായും കൊള്ളും ഗൈസ്. ഗൈസ് അത് പക്കാ ഷോർട്ടായിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഗണ്ണ് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മുടെ കുപ്പിയുടെ അവസ്ഥ എന്തായി നോക്കാം. സേഫ് ആണ് ഇവിടെ ഇരുന്നോളൂ. നമുക്ക് കുപ്പി നോക്കാം. കുപ്പി കുപ്പിയുടെ അവസ്ഥ പറഞ്ഞാൽ തുളഞ്ഞു കയറി പോയോണ്ട് സംഭവം. മേലെ അടിച്ചിരിക്കണം ഐസ്. ഇതുണ്ടല്ലോ ഐസ്. ഇത് കൂടെ കയറി ഇതിലൂടെ പോയി തോന്നുന്നു. പെല്ലറ്റ് ഇതിനകത്തില്ല. അങ്ങനെയാണ് അടികൊണ്ടിരിക്കുന്നത്. സൈഡിലാണ് കൊണ്ട് കയറിയിരിക്കണേ. പെല്ലറ്റ് ഇതിലൂടെ കയറി ഇതിലൂടെ പോയിട്ടുണ്ടാവും. കണ്ടോ, 2 സൈഡ് ഹോളായിട്ടുണ്ട്. നമുക്ക് ഒരു ഷോട്ട് അടിച്ചു നോക്കാം കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഷോട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ടാണ് അടിച്ചു നോക്കാൻ പോണേ. കുറച്ചുകൂടെ അടുത്ത് നിന്ന് അടിച്ചു നോക്കാം. ഒരു 10 മീറ്റർ, 15 മീറ്റർ ഉണ്ടാവും. 10 കൂടുതൽ മീറ്റർ ഉണ്ട്. നേരത്തെ പോലെ തന്നെ പെല്ലറ്റ് ഇടുക, പ്രസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പെല്ലറ്റ് കാണുന്നതെന്ന് വിചാരിക്കും. എൻ്റെ ഇവിടെയാണ് ഇങ്ങനെ പെല്ലറ്റ് ഇടുക. കണ്ടോ, നല്ലൊരു അടി കൊണ്ട് നോക്കി നോക്കാം. എനിക്ക് ആ ഫോൺ ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടെ വെക്കാം. ഒരു കുപ്പീൻ്റെ അവസ്ഥ കാണിച്ചു തരാം. തുളഞ്ഞു കയറിപ്പോയി. അത് അടിപൊളി ഷോട്ടായിരുന്നു കേട്ടോ. അതാണ്ടോ, ഇതിലും വഴി കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലും വഴി പോയിരിക്കുക. നല്ല ഷോട്ടാണ്. കുറച്ച് അടുത്ത് തന്നെ നല്ല പവറായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ ഗണ്ണിൻ്റെ ഈ റൈഫിളിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1K സബ് അടിക്കാനായിരിക്കണം. 1K സബ്ബായ ഒരു ചെറിയ ഗിവ് അവേ, എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ചെറിയ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഗിവ് അവേ നടത്തണം ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ 1K അടുപ്പിച്ച ഒരു 80 എത്ര സബ് മതി ചോദിച്ചു നമ്മൾ 1K അടിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഇനി എപ്പോഴും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഗണ്ണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.